തുടങ്ങിയ വണ്ടിക്കകത്തുനിന്ന് പൊടി എന്തോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ കുറെ പൊടിയും അതുപോലുള്ള പേപ്പർ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കിട്ടാൻ തുടങ്ങി. അത് നമ്മുടെ വയറ്റിപ്പഴപ്പ് മൊത്തത്തിൽ നശിപ്പിച്ചിട്ടാണ് ഇവരവിടെ ഇറങ്ങി പോയേക്കുന്നത്. അതോടൊപ്പം നമ്മൾ മോഡാണ് വണ്ടികളൊക്കെ പൈസ മുടക്കി അവിടെ മേടിച്ചുകൊണ്ടിട്ടേക്കുന്ന പലരുമാണ്. പക്ഷെ ഇവർ പറയുന്നത് ഇവരാണ് വില കൊടുത്ത് മേടിച്ചിട്ടേക്കുന്നത്, ഇവരെയാണ് ഷോറൂം, ഇവരൊക്കെ അവിടുത്തെ വെറും ജോലിക്കാർ മാത്രമേ. ഗൈസ്, നമ്മളെ ലെച്ചൂസ് കൊച്ചിക്കാരുടെ ഉടായ്പകൾ എവിടെയൊന്നും തീരുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയോ അല്ല. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് അടിക്കാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഞാൻ പറയില്ല. പക്ഷെ മാക്സിമം ഷെയർ ചെയ്യണം. അവളുടെ ഇപ്പം എല്ലാം തൂക്കണം. ഇനി അവൾ ഇതൊരു കാര്യം പറ്റിക്കരുത്. നമുക്ക് ആദ്യം ഒരു പാവം കാർഡീലിയസിന്റെ രോദനം കേൾക്കാം. പിന്നെ ലെച്ചൂസ് കൊച്ചിക്കാർ നമ്മൾ വിചാരിക്കുന്ന ആളല്ല. എയറിൽ മാത്രമല്ല, ഡയറക്റ്റ് ജയിലിൽ പോകാൻ പറ്റിയ ഒരാളാണ് ഈ ലെച്ചൂസ് കൊച്ചിക്കാരി എന്ന് പറഞ്ഞ ആള്. നമ്മുടെ ഷോറൂമില് നമ്മുടെ മെയിനായിട്ട് പാർക്കാട് സ്റ്റൈലും അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഷോറൂമാണ്. ഷോറൂമില് അവരെ വീഡിയോ പ്രൊമോഷന് വേണ്ടിയിട്ട് നിർത്തിയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ കഴിഞ്ഞൊരു പോകുന്നതിന് മുമ്പ് ഒരു സമയം ഒരു 6 മാസം 7 മാസമുള്ള ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് അവർ ഈ പ്രൊമോഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ടൈമിൽ അവരെ വീഡിയോ കണ്ട് ഇരുട്ടിന്ന് വന്നൊരു കസ്റ്റമർ ഉണ്ട്. 6 മാസത്തിൽ അവരെ വീഡിയോ കണ്ട് വന്നെടുത്ത ഏക വിറ്റ വണ്ടിയാണ്, ഷോറൂമിൽ വിറ്റ വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റ. അതില് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കളിച്ച് നമ്മുടെ 4 ലക്ഷം രൂപ പറ്റിച്ച് ഈ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അവർ വണ്ടിയും കൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ഇതുവരെ നമുക്ക് ആ 4 ലക്ഷം രൂപ കിട്ടിയിട്ടുമില്ല. ആളെ കുറിച്ച് ഒരു വിവരമില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇവരാണെങ്കിൽ ആ 14 ലക്ഷം രൂപ വിറ്റ വണ്ടിക്ക് 30,000 രൂപ കമ്മീഷനും മേടിച്ചിട്ടാണ് ഇവിടുത്തെ പോയത്. അപ്പൊ എന്നിട്ട് പിന്നെ ഇവര് തമ്മിൽ സംസാരിച്ച് കളിച്ച് ആ പൈസ നമുക്ക് തരണ്ടായിരുന്നല്ലോ. ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതോടെ ഇവർക്ക് നമ്മളായിട്ടുള്ള കണക്ഷനൊക്കെ പോലും നമുക്ക് പൈസ കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവർ തമ്മിൽ ഒത്തു കളിച്ചാൽ അവർ നമ്മളിപ്പോൾ ആലോചിക്കും അവർ പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇട്ട് വന്ന് നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയവരുണ്ട്. അപ്പോ വണ്ടി ചേസ് കട്ട് ചെയ്താണ്, വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പൈസ അവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ ചേസ് കട്ട് ചെയ്തൊരു വണ്ടി ഒരിക്കലും ഒരു മോട്ടോർ വെഹിക്കിൾ RTO വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തില്ല. അഥവാ ആ വണ്ടി അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല, അതിന് പിന്നിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വലിയ പണി തന്നിട്ടാണ് ഈ ലെച്ചൂസ് കൊച്ചിക്കാരി നമ്മുടെ ഷോറൂമിൽ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുന്ന് പോകുമ്പോൾ അവരിട്ടൊരു വീഡിയോ ഉണ്ട്. അതായത് മുട്ടം ഏരിയയിൽ, അതായത് കുന്നത്തേരി ഏരിയയിൽ വെള്ളം പൊങ്ങി ഷോറൂമിൽ വെള്ളം കയറിയുണ്ട്, ഞങ്ങളുടെ വണ്ടികൾ എടുത്ത് സേഫ് ആക്കി ഞങ്ങൾ അവിടെ മാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഇട്ടത്. അതായത് നമ്മുടെ വയറ്റിപ്പഴപ്പ് മൊത്തത്തിൽ നശിപ്പിച്ചിട്ടാണ് ഇവരവിടെ ഇറങ്ങി പോയേക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഒരു 4 ലക്ഷം രൂപയും കസ്റ്റമറിനെത്തി കൊടുക്കേണ്ട എന്ന് പറഞ്ഞു അവരെന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവും. ആ പൈസ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. ഗൈസ്, ഈ ഒരു വീഡിയോ ഞാനും കണ്ടായിരുന്നു. അവിടെ എന്തോ വെള്ളം കയറി നമ്മളൊന്ന് പോകാൻ വേണ്ടി കെട്ടിപ്പറക്കി പോകുന്നത്. സത്യത്തിൽ വെള്ളം കയറുന്നില്ല, അവരെ അടിച്ചവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്. നമുക്ക് അതിലോട്ടൊക്കെ കിടക്കാം. ഇനി ഡയറക്റ്റ് എവിടെ ഗൈസ്, ഇതാണ് വണ്ടി വിട്ട് തച്ചത്. നമുക്ക് പണി തന്നിട്ടുണ്ട്. വണ്ടി 4 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. വണ്ടി അവൾ തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത്. എല്ലാ ആളാണ് 30,000 രൂപ കമ്മീഷൻ മേടിച്ചിട്ട് പോയതാണ്. പക്ഷേ നമ്മൾ 4 ലക്ഷം രൂപ അവസാനം കിട്ടിയിട്ടില്ല. ഇറക്കി വിട്ടതിന്റെ പ്രതികാരമായിട്ട് ഇവരെ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് പൂട്ടിച്ചിട്ടാണ് പോയത്. പിന്നെ ഇറക്കി വിട്ടതിന് അവരൊന്നും പറയാൻ കഴിയില്ല. ഇറക്കി വിട്ട കാരണത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അതായത് നമ്മുടെ ഷോറൂമിൽ നിന്ന് അവരെ പറഞ്ഞു വിടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരെ മിക്ക ദിവസം ഷോറൂമിൽ നമ്മൾ വിൽക്കാനായിട്ട് വണ്ടികളാണ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അപ്പം ഇന്ന് ഡീസലുള്ള വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, അത് ഡീസൽ തീർത്തിട്ട് പിറ്റേന്ന് കൊണ്ടുവന്നിട്ട് അടുത്ത ഡീസൽ ഏത് വണ്ടിയിലാണുള്ളത് ആ വണ്ടി എടുത്തിട്ട് പോകുന്നു. പിന്നെ ഒരു ഇടയ്ക്ക് പ്രൊമോഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഷോറൂമിൽ വണ്ടി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ കുറെ നമ്മൾ സഹിച്ച് പിന്നെ നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്യാൻ നോക്കിയപ്പോൾ കൊണ്ടുവന്ന വണ്ടിയിൽ ഡീസലില്ല. നമ്മൾ ഇവരെ ഒന്ന് ഫോളോ ചെയ്ത് പോയപ്പോൾ പല സ്ഥലങ്ങളിലും രാത്രി വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പയ്യനുണ്ട്, ഈ ലിച്ചുവിന്റെ വീഡിയോ എടുക്കുന്ന ഒരു പയ്യനുണ്ട്. അപ്പൊ അവൻ വെള്ളം ഒഴിച്ചിട്ട് ഇവരെല്ലാം കൂടെ വേറെ ആൾ വണ്ടി ഓടിച്ച് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വണ്ടിക്കകത്തുനിന്ന് പൊടി എന്തോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ കുറെ പൊടിയും അതുപോലുള്ള പേപ്പർ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കിട്ടാൻ തുടങ്ങി. ഒരു കസ്റ്റമറിന് വണ്ടി കൊടുത്തു വിട്ട കസ്റ്റമർ അവർ വീട്ടിൽ വണ്ടിയൊക്കെ അവർ പൈസ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അതിന്റെ പറയിൽ എന്തോ പേപ്പർ എന്തോ സാധനങ്ങൾ കിട്ടിയാന്ന് നമ്മളെ വിളിച്ചാൽ. അപ്പം എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഉടായ്പ ഫീൽ വന്നു. എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്ത് നമ്മുടെ ഷോറൂമിൽ നിന്ന് വഴി പ്രൊമോഷൻ പറഞ്ഞ് കൊണ്ടുപോകുന്നു. ഇവരെന്താ ചെയ്യുന്നതെന്നറിയില്ല. പിന്നെ വീട്ടിൽ കൊണ്ടുപോകുന്ന വണ്ടികൾ അപ്പോഴും എന്താ ചെയ്യുന്നതല്ല, വെള്ളം ഒഴിച്ചിട്ട് ആയിരിക്കും വണ്ടി കുടിക്കുന്നു. അതായത് നമ്മൾ വിൽക്കാനിട്ടേക്കുന്ന വണ്ടികളാണെങ്കിൽ എടുത്തുകൊണ്ട് ഇത് കാണിക്കണം. അതൊക്കെ കൊണ്ടാണ് നമ്മളിവരെ ഇവിടുന്ന് പുറത്താക്കിക്കുന്നത്. പുറത്താകുന്ന നിമിഷം നമുക്ക് പൈസ തരാനൊക്കെ ഉണ്ടായിരുന്നു അവരിങ്ങോട്ട്. അതിന് അവർ ഇത്ര ദിവസങ്ങളിൽ തന്നോളാന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അവരെ വിട്ടത്. ആ പൈസ അവർ കുറച്ച് എടുത്താൽ തീർക്കുകയും ചെയ്തു. ഇടയ്ക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു. അത് ഇവരിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കടയുണ്ട്, അവിടെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ തരികയും ചെയ്തു. മുമ്പേ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പഗ് എങ്ങനെ കടിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ പഗ് കടിക്കില്ല, നല്ലതായിട്ട് വലിക്കുകയും കുടിക്കുകയും ചെയ്യും. എയറിൽ മാത്രമല്ല ജയിലിലും പോകേണ്ട ആളാണ്. പേപ്പർ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ അതായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതാണ് ബ്രോ, അതാണ് അത് നമ്മുടെ പേരൊന്നും അവിടെ വെക്കാൻ പോലും ഒരു സമ്മതിക്കുന്നില്ലായിരുന്നേ. എല്ലാം എന്ത് ചെയ്താലും അവരെ പേരിൽ പോകണം, എന്ത് ചെയ്താലും അവർക്ക് കമ്മീഷൻ കിട്ടണം, അവരെ നെയിമിലേ പോകാവൂ എന്നൊരു സാധനമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഇതുള്ളതാണ് നമ്മുടെ മൈഡേ കാർ കമ്പനിയുടെ സ്റ്റിക്കർ പോലും നമുക്ക് നമ്പർ പ്ലേറ്റിന്റെ ഇവിടെ വെക്കാൻ പറ്റാഞ്ഞ. അവർ സ്ട്രിക്ട്ലി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നില്ലായിരുന്നു. ബട്ട് അവർക്കെല്ലാം വേണം എന്നുള്ളൊരു മോഡാണ്. വണ്ടികളൊക്കെ പൈസ മുടക്കി അവിടെ മേടിച്ചുകൊണ്ടിട്ടേക്കുന്ന പലരുമാണ്. പക്ഷെ ഇവർ പറയുന്നത് ഇവരാണ് വില കൊടുത്ത് മേടിച്ചിട്ടേക്കുന്നത്, ഇവരെയാണ് ഷോറൂം, ഇവരൊക്കെ അവിടുത്തെ വെറും ജോലിക്കാർ മാത്രമായിരുന്നു. അതായത് വീഡിയോ പ്രൊമോഷൻ ചെയ്ത് വണ്ടി കച്ചവടം ആവുകയാണെങ്കിൽ 1-2% കമ്മീഷൻ തരാമെന്ന് പറഞ്ഞ് നിർത്തിയിരുന്ന ആൾക്കാരാണ്. ഓക്കെ, അതെല്ലാം എൻ്റെ ഒരു ഇത് വെച്ചാൽ ഞാനൊരു 6 മാസം ഉണ്ടായിട്ട് അവിടെ ഒരു കച്ചവടം നടന്നില്ല. ആ ഒരു കച്ചവടം നടന്നാണ് ഈ ക്രിസ്റ്റ.
ആ ക്രിസ്റ്റയിൽ അവർ 4 ലക്ഷം രൂപ നമ്മളെ പറ്റിച്ചുകൊണ്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാ ഡീലർമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരേൽ മെയിനായിട്ട് വണ്ടി പ്രൊമോഷന് കൊടുത്തു വിടരുത്. കൊടുത്തു വിട്ടാൽ അവർ വേറെ എന്തെങ്കിലും കച്ചവടം എന്ത് ചെയ്യും, അല്ലെ വണ്ടിയിൽ എന്തെങ്കിലും കാണിക്കും, ഡീസൽ ഓടിച്ച് തീർക്കും, വെള്ളം ഒഴിച്ചിട്ട് വണ്ടി കൊണ്ട് നടക്കും. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാവുന്നതാണ്. അതുകൊണ്ട് ആരും ഇവരെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് വണ്ടി കൊടുത്തു വിടരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എന്നുവെച്ചാൽ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയൊരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇവള് പറയുന്നത് കുറെ ബിസിനസ് ഉണ്ട്, വെഡിങ് കമ്പനി, ടീഷർട്ട് ബിസിനസ് ഉണ്ട്. ആ ടീഷർട്ട് ബിസിനസിന്റെ ഇടയിൽ ഒരു പയ്യൻ വന്ന് കമന്റ് ഇട്ടേക്കുന്നു, അത് അവളെ അല്ല, അവന്റെ കൂട്ടുകാരുടെയാണെന്ന്. അതേപോലെ കാർ ബിസിനസ് ഒന്നും ഇവിടെ അല്ല. ഏതെങ്കിലും കടയിൽ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റി ചെന്ന് നിൽക്കുന്ന മാത്രമാണ് നിങ്ങളെ പറ്റിക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇവർക്ക് ആരാണ് വണ്ടി കൊടുക്കുന്നത് എനിക്കറിയാമോ. ഇത്രയും പ്രശ്നം നടന്നിട്ട് ഇപ്പോഴും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അഹങ്കാരം തീരെ കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങളൊക്കെ ഈ പ്രശ്നം അന്നേ പുറത്തു വിട്ടിരുന്നെങ്കിൽ അവളെന്നെ അടുത്തുള്ള പറ്റിക്കില്ലായിരുന്നു. നിങ്ങളുടെ സൈലൻസ് ആണ് ഇവിടെ ഇങ്ങനെ വളർത്താനും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഉണ്ടാവാനും കാരണം. പിന്നെ എൻ്റെ കണ്ടന്റ് ഇതല്ല. നിങ്ങളിപ്പോൾ ഈ ഒരു കണ്ടന്റ് കൊണ്ട് എന്നെ ഫോളോ ചെയ്താലും അതൊന്നും യൂസ് ഒന്നും ഉണ്ടാകാൻ പോലും. ഞാൻ വീണ്ടും എൻ്റെ ബൈക്ക് റിവ്യൂസും ട്രാവലും അതിലോട്ടൊക്കെ തന്നെ ആയിരിക്കും പോകാൻ പോകുന്നത്. ഇത് റീച്ചിന് വേണ്ടിയല്ല, ആൾക്കാരെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. ഞാൻ കുറച്ച് പേര് എനിക്ക് അയച്ച മെസ്സേജ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അവർക്ക് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. ഈ വണ്ടി എടുത്ത് 2 ദിവസം കഴിയുമ്പോഴാണ് ഇവരെ ഇവിടെ നമ്മൾ പറഞ്ഞു വിടുന്നത്. ഓക്കെ, വണ്ടി കൊണ്ടുപോയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മൊത്തം സീൻ മാറിയത്. ഓക്കെ, അപ്പൊ ഇവര് കസ്റ്റമറിനെ വിളിച്ചിട്ട് ഇവിടുന്ന് പോയതിന്റെ ദേഷ്യത്തില് എന്നോടാണല്ലോ ദേഷ്യം, ഞാൻ വന്നപ്പോഴാണല്ലോ ഇവരവിടുന്ന് പുറത്തല്ല. ആ ദേഷ്യത്തിന് കസ്റ്റമറെ വിളിച്ച് അയാൾ കള്ളനാണ്, കള്ള ഡീലറാണ്, അയാൾക്ക് ഡൽഹി വേറെ എന്തൊക്കെയോ പരിപാടിയാണ്, കള്ളവണ്ടികളാണ് കൊണ്ടുവരുന്നത്, ഇടിച്ച വണ്ടികളാണ്, പൊളിഞ്ഞ വണ്ടികളാണ്, മറിഞ്ഞ വണ്ടികളാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ മനസ്സ് മടിപ്പിച്ച് പുള്ളിയുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്റ്റോറി അടിച്ചു കയറ്റിയിട്ട് ആ സ്റ്റോറിയാണ് പുള്ളി ഞങ്ങളെ വിളിച്ച് പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വണ്ടി ഇടിച്ചതാണ്, അതാണ്, ഇതാണ്, മറിഞ്ഞ വണ്ടികളാണ്, നീ അറിഞ്ഞുകൊണ്ട് നമ്മളെ ചതിച്ചു, അത് ചേസ് കട്ട് ചെയ്ത വണ്ടിയാണെന്നൊക്കെ പറഞ്ഞാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോ ആ വണ്ടി ഞാൻ പറഞ്ഞു, ചേസ് കട്ട് ചെയ്താൽ നിങ്ങൾ ആ വണ്ടി കൊണ്ടുവന്നില്ല, ഞാൻ തന്ന പൈസ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവരതൊന്നും കേൾക്കാതെ ഇവർ NOC കൊടുത്തിട്ടുണ്ട്. ആ NOC അവർ ഇരട്ടി RTO കാണിച്ച് അവർ മാറ്റി അവരുടെ പേരിലോട്ട് വണ്ടി മാറി. ഓക്കെ, അവര് ഹാപ്പി ആയിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരുടെ സംസാരിച്ച് കളിച്ചിട്ടാണ് നമ്മുടെ 4 ലക്ഷം രൂപ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായ പൈസ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ അയച്ചു തരേണ്ട പൈസ അവര് അത് മാറ്റിയ എന്തോ ക്രൈം അവർ തമ്മിൽ ചെയ്തിട്ടുണ്ട്. അത് ഷുവറാണ്. ഓക്കെ, പിന്നെ ഇതിൽ എനിക്ക് ക്ലിപ്സൊക്കെ കാണിക്കുന്ന ചെറിയ പരിമിതികളുണ്ട്. കാരണം ഈ അയച്ചിനെ ബ്രോ പറഞ്ഞു സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും കാണിക്കരുതെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. പടച്ചോൻ കൊടുത്തോളം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത ആൾക്കാരായിട്ട് അവൾ പറ്റിച്ചു വെച്ചതിനെ കൊണ്ടുപോകും. അവൾ മുമ്പേ ഷോറൂമിൻ്റെ കുറച്ച് വീഡിയോ ഇട്ടതൊക്കെ പറ്റിപ്പായിരുന്നു, അതിനൊന്നും അവൾക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന്. അതൊരു മുൻകൂർ ജാമ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അതിനകത്ത് കുത്തിപ്പൊക്കോ നമുക്ക് നല്ല എനിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ അതിൽ പറഞ്ഞേക്കുന്നത്. അവർക്ക് എന്ത് മനസ്സിലായി, ഇവൾ ഷോറൂമിൻ്റെ വീഡിയോ നല്ലതെന്ന് പറഞ്ഞിരുന്ന ഷോറൂമുകളൊക്കെ പക്ക ഉടായ്പും സ്കാമുമാണ്. ഇവൾ അടിക്കുകയെന്ന് പറഞ്ഞിരുന്നത് ഇതേപോലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്മാരെ പറ്റിച്ച് അവന്മാരെല്ലാം തൂക്കി പുറത്താക്കിയ ഉടനെ അവർ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇവൾ ഈ കടയിൽ നിന്ന് ഇറക്കിയതിനു ശേഷം കടയിൽ വെള്ളം കയറി നിർത്തിപ്പോയെന്ന് പറഞ്ഞാൽ ഇവരുടെ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയല്ലേ, പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിനെ വായിച്ച് പ്രൊമോഷൻ നടത്തിയ അവസ്ഥയാണ് ഇവർക്കുള്ളത്. പിന്നെ എനിക്കിപ്പോൾ പഴയ കൊച്ചിയെല്ലാം തോന്നുന്നു. കൊച്ചിക്കാർക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. പണ്ടത്തെ കൊച്ചി എനിക്കറിയാവുന്ന കൊച്ചി ഇങ്ങനെ അല്ലായിരുന്നു. ബട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ട് ഞാൻ എടുത്ത് എന്നെ നോക്കിയിട്ട് ഞാൻ റിയാക്ട് ചെയ്ത് ഈ ഒരു കാര്യമൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് മാത്രം ഉള്ള സ്ഥലമാണ് കൊച്ചി. പക്ഷേ ഇതൊരു പെണ്ണായതുകൊണ്ടായിരിക്കും ഇവരെടുത്ത് റിയാക്ട് ചെയ്തത്. കാരണം ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ തന്നെ അവളൊന്ന് വഴിതിരിച്ചിടാനൊക്കെ നോക്കിയായിരുന്നു. അവളൊരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കുന്നത് എന്നൊക്കെ രീതിയിൽ. പക്ഷേ ഭാഗ്യത്തിന് കേട്ടില്ല. കാരണം ഇപ്പോൾ പെമ്പിളൊക്കെ നല്ല രീതിക്ക് വിവരമുണ്ട്, ആൾക്കാർക്ക് ഉണ്ട്. പിന്നെ പേജുള്ള ഫാൻസിനെ കുത്തിരിക്കാൻ നോക്കി. ഇപ്പോൾ ഓവറാൾ ഒരു കുത്തിരിപ്പ് സെറ്റപ്പാണ്. നിങ്ങൾക്ക് ആദ്യം ഇതിനെ പറ്റി പറയാത്തത് ഇതേപോലെ ഡീഗ്രേറ്റേഷൻ വീഡിയോ ഒരുപക്ഷെ പേടിച്ചായിരിക്കും. പക്ഷേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് സെയിലില്ല, ഒരു ലാഭവും ഈ പരിപാടിയിൽ നിന്ന് കിട്ടുന്നില്ല. ജസ്റ്റ് എക്സ്പോസ് ചെയ്യുന്നത് മാത്രം. പക്ഷേ ട്രിവാൻഡ്രത്താണെങ്കിൽ ഇതിനെ തൂക്കി വിടും. ഈ ഒരു പരിപാടി കൊല്ലത്ത് എന്തായാലും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കൊല്ലത്തെ പിള്ളേരെ അറിയില്ല. അവിടെ ഒരു കപ്പലിലേക്ക് എരി കുറച്ച് കൊടുക്കാൻ പോലും ഒരുത്തിനും തോന്നില്ല. അമ്മാര് സെറ്റ് പിള്ളേരാണ്. കൊല്ലത്താണ് ഈ പരിപാടിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ പിടിച്ചിട്ട് 2 അടിയും കൊണ്ട് സ്പോട്ടി വണ്ടിയും അത് പറ്റിയോ ഇവളെ വീടും എല്ലാം ഇത് പറഞ്ഞ് തേച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു പയ്യനക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചായിരുന്നു. അവന് ബൈക്ക് കൊടുത്ത് പഠിച്ചത്. അവൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്പൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതൊക്കെ ആയിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇവൾ ഇനി കാർ കച്ചവടം ചെയ്യണോ വേണ്ടത്. പിന്നെ ഇവൾ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ടീച്ചർ കച്ചവടം ഉണ്ടെന്ന്. അതൊക്കെ എവിടെയാണെങ്കിൽ അല്ലെങ്കിൽ പരിധിക്കാൻ വേണ്ടി വേറെ മാർഗ്ഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കാർ കച്ചവടം ഇവൾ ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ മാക്സിമം കാർ ഡീലേഴ്സിലൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ എവിടെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് വെക്കണം. മറ്റുള്ളവർ കാണണം. ഇനി അവർക്ക് ആർക്കും ദയവ് ചെയ്ത് വണ്ടി കൊടുത്ത് വിടരുത്. ഞാൻ പറഞ്ഞല്ലോ ഒരു പൊടിയുടെ കാര്യമോ പേപ്പറിൻ്റെ കാര്യമൊക്കെ. അപ്പം നേരെ ഏറി നിന്ന് ജയിലിലോട്ട് പോകും. നിങ്ങളെ വണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരെ പോവാം. അപ്പം അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം വണ്ടി കൊടുക്കുക. ഇവിടെ ആണ് അവിടെ കാർ കച്ചവടത്തിനല്ല ബൈക്ക് കച്ചവടത്തിന് ഇരയായ വേറൊരു പൈനിവൻ്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ വണ്ടി നമ്മളെടുത്തിട്ട് ഒരു ദിവസം പോലും നല്ലോണം ഓടിക്കാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് വോയിസ് ഇടുന്നതിന് എനിക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല.
സംഭവം 10-40 അടുത്ത് വണ്ടി എടുത്തിട്ട് ഇത് ഡെയിലി പണിയുന്ന തന്നെ നമുക്കൊരു ഇതായിട്ടിരുന്ന കാരണം ഷോറൂമിൽ കയറ്റി അല്ലാതെ പുറത്തുനിന്ന് പണിയിച്ച് അതും കഴിഞ്ഞ് നല്ലോണം ഓടിക്കുമ്പോഴായിരിക്കും അടുത്ത പ്രശ്നം. അതും നമ്മൾ പണിഞ്ഞ് നമുക്ക് ഇപ്പം എങ്ങനെ പോയാലും ആ വണ്ടി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് CC അടഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടില്ല. നേരെ പോണ വണ്ടി കൊണ്ടുവന്നതിന് ഫസ്റ്റ് ഡേ തന്നെ അതിന്റെ ബാക്ക് റെയർ ഷോക്ക് നമുക്ക് ഡാമേജ് ആയി. ആ ഷോക്ക് ഡാമേജ് ആയി. അത് 10,000 രൂപ എടുത്ത് ആ ഷോക്ക് കാര്യങ്ങളെല്ലാം മാറിയപ്പോഴത്തേക്ക് ഫ്രണ്ടിലല്ലാതെ കംപ്ലൈന്റ്, പിന്നെ അതിന്റെ എഞ്ചിൻ ഹെഡ് കംപ്ലൈന്റ്, അതെല്ലാം മാറിയിട്ട് വണ്ടി നേരെ പറഞ്ഞ് ഓട്ടിക്കാൻ പോലും പറ്റാതെ ഇത് തന്നെ ഈ നമുക്ക് CC ഇട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോഡ് ഇത് തന്നെ വണ്ടി വേറെ സെയിൽ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. നേരെ പണം ഓട്ടിക്കാൻ പോലും പറ്റിയിട്ടില്ല. വണ്ടി 40,000 പോയൊരു വഴിയില്ല. അതുമല്ല 9 മാസം അടുപ്പിച്ച് CCയും കാര്യങ്ങളെല്ലാം അടഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ CC അടയ്ക്കണം, വണ്ടിയും പണിയണം. അവസാനം മെനക്കിട്ടാണ് വണ്ടി വിൽക്കുക ചെയ്തത്. ഉണ്ടായിരുന്നു നമ്മൾക്ക് അവളെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇട്ടാക്കുന്നത് നമ്മളാണ് ആ വണ്ടി എടുക്കുന്നത്. അതൊക്കെയാണെങ്കിൽ ഞാൻ വീഡിയോ ഷെയർ ചെയ്ത് തരാം. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ഞാനാണ് ആ വണ്ടി എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എടുത്ത് ഞങ്ങൾക്ക് ജനുവനാണെന്ന് തോന്നിയോണ്ട് മാത്രമാണ് നമ്മൾ പോയി എടുക്കുകയും കാര്യങ്ങളും ചെയ്തത്. പക്ഷെ നമ്മളെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിയിൽ കൺവേഴ്സ് ചെയ്യാൻ അറിയാം കേട്ടോ. നല്ല രീതിയിൽ കൺവേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അറിയാം. നമ്മൾ വണ്ടി എടുത്തിട്ട് നഷ്ടത്തിനെന്ന് വെച്ചാൽ നഷ്ടം മാത്രമേ ഉള്ളൂ. അവര് സത്യം പറഞ്ഞാൽ EMI ഇട്ട് തന്നു കഴിഞ്ഞാൽ വെറും ഫ്രോഡുകളെ. EMI ഇട്ട് തന്നു കഴിഞ്ഞാൽ ബാങ്കിങ്ങിന്റെ എന്നുവെച്ചാൽ ഇവന്മാര് നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവര് തന്നെ EMI തന്നെ കുറെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായി. നമുക്ക് 2 വർഷത്തെ 3 വർഷത്തെ ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് 4 വർഷം ഇട്ട് അതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ അത് ഇൻക്വയറി ചെയ്തപ്പോഴത്തേക്ക് അവരെ സൈഡിൽ നിന്ന് നല്ലൊരു റോങ് ആയിട്ടുള്ളതായിരുന്നു. ഒരു ബൈക്ക് ബസാർ എന്ന് പറയുന്നൊരു സംഭവം. ആ സൈഡിൽ നമുക്ക് റോങ് ആയിട്ടുള്ളതെന്ന് വന്നു. പിന്നെ ഇവര് വണ്ടി തന്നതിൽ ഷോറൂമിൽ അതിന്റെ ഹിസ്റ്ററി എടുത്ത് അറിയാം. ഫസ്റ്റ് ഷോറൂമിൽ കയറ്റിയതിന്റെ ഹെഡും കാര്യങ്ങളെല്ലാം നല്ലൊരു റേറ്റ് ആയി. നല്ലൊരു റേറ്റ് ആയിട്ട് ആ വണ്ടി നമ്മൾ പുറത്ത് ഷോറൂം പിന്നെ പണിയാൻ വയ്യാത്തവർ പുറത്തുനിന്ന് പണിഞ്ഞ നല്ല റേറ്റ് പിന്നെ ആയി. അതിന്റെ ഫസ്റ്റ് പോയിട്ടുള്ള അതിന്റെ ഷോക്കും കാര്യങ്ങളോ. പിന്നെ നമ്മൾ വേറൊരു സെല്ലറിനെ കാണിച്ചിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടി സെല്ലറിനെ കാണിച്ചപ്പോഴത്തേക്ക് ഇവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വണ്ടി ആക്സിഡന്റ് ആയ വണ്ടിയാണ്, ഇതിന്റെ ഒരു സൈഡിലോട്ട് ബെൻഡ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ അവർ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു. ഇപ്പൊ എന്തായാലും തന്നവരെന്തായാലും നല്ല രീതിക്ക് പറ്റിച്ചിട്ടുള്ളതാണ് എല്ലാം കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ സംഭവം ഇത് നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഉള്ളതിന് ആ എഞ്ചിൻ പണിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ആ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ക്യാഷ് വാല്യൂ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. പിന്നെ സംഭവം ഇവരെ നമ്മൾ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം പറഞ്ഞിട്ടാണല്ലോ വണ്ടി തന്നതെന്ന് പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് ഇവര് പറഞ്ഞതല്ല, ഇവര് വിളിച്ചോ സംസാരിച്ചല്ലോ വോയിസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ നമ്മൾ പിന്നെ ചാടാനും കാര്യങ്ങളൊന്നും ഇതിന്റെ പുറകെ പോകാൻ നിന്നില്ല. ഇപ്പൊ ആ വണ്ടി നമ്മൾ വേറെ നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഇത് കണക്ക് ഒരു പണി കിട്ടി പുറകെ പോകാൻ നിൽക്കാത്തതാണ് ഇവരെയൊക്കെ വളർത്തി വിടുന്നത്. പണി കിട്ടുമ്പോഴത്തേക്ക് ദൈവം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു കാര്യമില്ല. നല്ല കണച്ച് വെച്ചു കൊടുക്കണം. കാരണം നിങ്ങളെ തേച്ചിട്ട് നേരെ അടുത്ത ആളെയായിരിക്കും തേക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വണ്ടി തരുന്ന വീഡിയോ അവർ ചിലപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യും. കൊടുത്തിട്ട് പോലും നമുക്ക് ആ എടുത്ത പൈസ പോലും നമുക്ക് മുതലായിട്ടില്ല, നഷ്ടം മാത്രമുള്ളായിരുന്നു. പിന്നെ ഇതിന്റെ പേരിൽ നമ്മൾ ഇതിന്റെ പുറക്ക പുലുവാലി പിടിക്കാൻ പോയൊന്നുമില്ല. EMI സ്കീമിംഗ് ഉണ്ട്. ഇപ്പം ഇത് ഇടുന്ന വെറും ഫ്രോഡുകളായില്ല കൊടുക്കുന്ന, വെറും ഫ്രോഡാ. ഈ നമുക്ക് ഫിനാൻസ് ഇട്ട് തന്നവന്മാര് വെറും ഫ്രോഡുകളാണ്. സംഭവം നമുക്ക് മാസം ഒരു 4,000 സംതിങ് നമുക്ക് അളവ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഇത് പെൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഏകദേശം പോയി കഴിഞ്ഞ ഒരു 7,000 അടുപ്പിച്ച് അളവ് നമ്മൾ അടയ്ക്കണം. ഇവര് എക്സ്ട്രാ ഫീ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മളെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അവര് ക്യാഷ് വിഡ്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഡെയിലി നമുക്ക് കിട്ടുന്ന സാലറി കാര്യങ്ങളെല്ലാം നമ്മൾ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാലും ഓരോ ഫീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുത്തുകൊണ്ടിരിക്കും. അത് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും നമുക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഈ കൊച്ചിക്കാരടുത്ത് നമ്മൾ ഇത് കംപ്ലൈന്റ് ചെയ്തപ്പോഴത്തേക്കും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് നമ്മൾ സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അതൊക്കെ പറഞ്ഞിട്ട് വേറെ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഫുള്ള് അത് നല്ലൊരു വള്ളിയായിരുന്നു അത് ആ വണ്ടി. അപ്പോൾ ഈ വീഡിയോ കണ്ടു എല്ലാവരും പറയുന്നത് ലിച്ചു ഫെല്ല കൊച്ചിക്കാരി എന്ന്.
കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇവൾ ഉറപ്പായിട്ടും മാനോളം ഉയർത്തും, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പൊ ഏതെങ്കിലും കൊച്ചിയിൽ ഇനി ആരെങ്കിലും കാർ വിൽക്കാൻ നോക്കിയാൽ തന്നെ കൊച്ചിക്കാരിൽ അവളെ തന്നെ കാണിക്കില്ല എന്നൊരു ഡൗട്ട് വരും. ദയവേത് ഇവിടെ പോലുള്ളവരൊന്ന് പൊക്കി വിടരുത്. കൊച്ചിയിലെ കാർ ഡീലേഴ്സിനൊക്കെ എന്തും പറ്റിയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പെണ്ണാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നും പറയാത്തതായിരിക്കും. നിങ്ങളെ ഈ ഒരു മൗനമാണ് നിങ്ങളെ ബിസിനസ്സിനെ നശിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു വണ്ടി പെജീറോ, ഇത് ഡ്യൂക്കാണ്. അപ്പോൾ ഇവൾ വെക്കുന്ന എല്ലാത്തിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ഇനി കൂടുതൽ പറയാനൊന്നും നിൽക്കുന്നില്ല. കുറച്ചുകൂടെ വോയിസ് ഓഫ് ആയി ഇട്ടിട്ടുണ്ട്, അവൻ്റെ വിഷമമൊക്കെ ഒന്ന് കേട്ട് വെക്കാം. ഏതായാലും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഒന്നും ഓരോരുത്തർ രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മളതിനെ പുറക്കൊന്നും പോയൊന്നുമില്ല. നമ്മളെ പോയി ഒന്ന് സംസാരിച്ച് നമ്മൾ തന്നെ അല്ല പോകുന്ന വിചാരിച്ച് നമ്മളതിനെ പോയായിരുന്നു. കാരണം വണ്ടി എടുത്തത് എൻ്റെ പേരിലും അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരിൽ. അപ്പൊ ഇനി ഇത് കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടായിപ്പാണ്, വണ്ടിയൊന്നും എടുക്കരുത്, ദയവീത് വണ്ടി പ്രൊമോഷന് കൊടുത്തു വിടരുത്. പിന്നെ അവിടെ ഇടയ്ക്ക് വെച്ച് കുത്തിത്തിരിപ്പ് എന്നെ പറ്റി ഉണ്ടാക്കാൻ നോക്കി, അതുകൊണ്ട് ഞാനും കുറച്ച് കുത്തിത്തിരിപ്പിടാം. പക്ഷേ നിങ്ങളൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും? ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അത് ടോട്ടൽ ലോസ് ആണെന്നേ ഉറപ്പായിട്ടും വിചാരിക്കൂ. പിന്നെ ഇവൾ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ ഉടായിപ്പന്നെ വിചാരിക്കും അവന് വണ്ടി കൊടുക്കരുത്, വീഡിയോ എടുക്കാൻ പോലും 10 മണി അവർക്ക് വണ്ടി കൊടുക്കരുത്. ഇവൾ ഇനി കച്ചവടം ചെയ്യണ്ട. കുറച്ച് അഹങ്കാരവും ഉണ്ട്, ഉടായിപ്പും ഉണ്ട്, തേപ്പും ഉണ്ട്. പിന്നെ ഇവൾ ഈ പറയുന്നതൊക്കെ എവളെ വണ്ടി എടുത്ത് വെക്കുന്നതെന്നല്ല, എവിടെയൊക്കെ ചെന്ന് വീഡിയോ ഇട്ട് അവരെന്ത് ചെയ്യും? ഇവളൊരു വണ്ടി വിൽക്കുമ്പോൾ വാങ്ങിക്കുന്ന കമ്മീഷൻ 30% ആണ്, 30%. അപ്പം നിങ്ങൾക്കൊന്ന് ആലോചിക്കുക, അതും ആൾക്കാരെ തേപ്പും. ഇവളെന്നിട്ട് അവരെ ബോർഡും കാര്യങ്ങളൊന്നും വെച്ചല്ലേ വണ്ടി വിൽക്കാൻ വേണ്ടി നോക്കുന്നത്. ഇവളെ സ്വന്തം ബോർഡ് വെച്ചിട്ടാണ് ആരെങ്കിലും കടയിൽ ചെന്ന് നിന്ന് കേൾക്കാൻ നോക്കുന്നത്. ഇവർക്ക് ഏതെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇപ്പോഴും സപ്പോർട്ടല്ലേ വണ്ടിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കാര്യം പറഞ്ഞില്ല. പിന്നെ ടീഷർട്ട് ബിസിനസ്സൊക്കെ അവർ കൊണ്ടുവന്ന് പറയാമെന്ന് ഇവളെ നല്ലെന്നാണ് ഒരു ഫ്രണ്ട് പറഞ്ഞത്, അത് ഇവളെ അല്ല. അപ്പോൾ അവരും ഒന്ന് സൂക്ഷിക്കുക. നിങ്ങളെ ബിസിനസ് ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് തുറന്ന് പറയുക. ഇവളെ പേരിലാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഡൗൺ ആവാൻ വേണ്ടി തലേക്ക് ചാൻസ് ഉണ്ട്. ആ ഒരു മൈ ഡ്രൈവ് എന്ന ചേട്ടൻ തന്നെ അങ്ങനെ വിഷമമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത്രയും കഷ്ടപ്പെട്ടെല്ലാം ചെയ്തിട്ട് അപ്പോൾ ഒറ്റ വീഡിയോയിൽ കമ്പനി പൂട്ടിപ്പോയത്. ഒരു കുരയ്ക്കുന്ന പട്ടിയെ വിളിച്ചിട്ട് പൈസ കൊടുത്ത്, അല്ല കടിക്കാത്തൊരു പട്ടീനെ കുരയ്ക്കുക മാത്രം ചെയ്യും, പഗ്ഗിനെ വിളിച്ച് നിർത്തി പൈസ കൊടുത്ത് പ്രൊമോഷൻ ചെയ്ത് തേങ്ങകളാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ പക്കായിട്ട് തുറന്ന് പറയുക. ഇവളെ നിന്ന് മാക്സിമം ഫോളോ ആയിരിക്കുക. ഇപ്പോൾ അഹങ്കാരം ഇതുവരെ തരുന്നില്ല, ഇപ്പോഴും കേരളം കത്തുന്നു അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിൽ കിടന്നിട്ട്.